മുൻ MLA-യും മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റും ശബരിമല സ്വർണ്ണ മോഷണ കേസിൽ പ്രതിയുമായ എ പത്മകുമാർ ഒടുവിൽ CPM-ന് പുറത്ത്. CPM പുറത്താക്കിയതല്ല, എ പത്മകുമാർ പുറത്തു പോയിരിക്കുന്നു. സ്വർണ്ണമോഷണ കേസിൽ വരെ അകപ്പെട്ടിട്ടും പത്മകുമാറിനെ CPM-ൽ നിന്ന് പുറത്താക്കാൻ സംസ്ഥാന നേതൃത്വം തയ്യാറായിരുന്നില്ല. മെമ്പർഷിപ്പ് സ്ക്രൂട്ടണിയിൽ അംഗത്വം പുതുക്കാൻ തയ്യാറാകാതെ വന്നതോടെയാണ് ഇപ്പോൾ പത്മകുമാർ പാർട്ടിക്ക് പുറത്ത് പോയിരിക്കുന്നത്. അംഗത്വം പുതുക്കാനുള്ള അപേക്ഷ പത്മകുമാർ പാർട്ടിക്ക് നൽകിയിട്ടില്ല. അതുകൊണ്ട് പത്മകുമാറിന്റെ അംഗത്വം പുതുക്കി നൽകാൻ ജില്ലാ കമ്മിറ്റിയും തയ്യാറായില്ല. ഇതേ മാതൃകയിലാണ് സുധാകരനും പാർട്ടി ബന്ധം ഉപേക്ഷിച്ചത്. അതിനുശേഷം UDF സ്വതന്ത്രനായി മത്സരിച്ച് അമ്പലപ്പുഴയിൽ നിന്ന് MLA ആയി സുധാകരൻ. മറ്റൊരു പാർട്ടിയിലേക്ക് പത്മകുമാർ ചേരുമോ എന്ന ചോദ്യം ഉയരുകയാണ്. BJP-യും പത്മകുമാറും വളരെ കുറച്ചു കാലം മുമ്പ് BJP നേതാക്കളും പത്മകുമാറും തമ്മിൽ ചർച്ച നടത്തിയിരുന്നു. ഈ ശബരിമല സ്വർണ്ണ മോഷണ കേസിൽ പത്മകുമാർ അകപ്പെടുന്നതിന് മുമ്പ് പത്മകുമാറിനെ പാർട്ടിയിൽ നിന്ന് തരം താഴ്ത്തിയ ഘട്ടത്തിൽ. പക്ഷെ അന്ന് പത്മകുമാർ പറഞ്ഞത് താൻ ഒരിക്കലും BJP-യിൽ ചേരില്ല എന്നാണ്. പത്മകുമാറിന്റെ രാഷ്ട്രീയ ജീവിതവും പിണറായിയുടെ വാത്സല്യവും തമ്മിൽ ഇഴചേർന്ന് കിടക്കുന്നു. ഒരു കാലത്ത് VS അച്യുതാനന്ദന്റെ ശക്തി കേന്ദ്രമായിരുന്നു പത്തനംതിട്ട. CPM-ൽ VS-ന്റെ അപ്രമാദിത്വമുണ്ടായിരുന്നു പത്തനംതിട്ടയിൽ. ഇതിനെ പിണറായി മറികടന്നത് പത്മകുമാറിലൂടെയാണ്. പത്തനംതിട്ടയിൽ പിണറായി പക്ഷം കരുത്താർജിച്ചത് അന്ന് യുവനേതാവായിരുന്ന പത്മകുമാറിന്റെ പിന്തുണയോടുകൂടിയാണ്. പിണറായി മുഖ്യമന്ത്രിയായപ്പോൾ പത്മകുമാറുമായുള്ള അടുപ്പം തുടർന്നു. അങ്ങനെയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായത് പത്മകുമാർ. പിന്നീട് വീണ ജോർജ് ആറന്മുളയിൽ കാലുറപ്പിച്ചു. മന്ത്രിയായി, സംസ്ഥാന സമിതിയിൽ സ്ഥിരം ക്ഷണിതാവായി വീണ ജോർജ്. അപ്പോൾ പാർട്ടിക്കെതിരെ പരസ്യ യുദ്ധം പ്രഖ്യാപിച്ചു പത്മകുമാർ. എന്നിട്ടും പത്മകുമാറിനെതിരെ നടപടിയെടുത്തില്ല CPM. അത് പിണറായിയുടെ കരുതൽ കൊണ്ടായിരുന്നു. പക്ഷേ ശബരിമല കേസോടെ എല്ലാം പാളി. അപ്പോഴും CPM സംഘടനാ നടപടികൾ എടുക്കാതെ പത്മകുമാറിനെ സംരക്ഷിച്ചു. CPM-ന് അധികാരം പോയപ്പോൾ പത്മകുമാർ പുറത്തു പോകുന്നു എന്നതാണ് വൈരുദ്ധ്യം. ഇപ്പോൾ അംഗത്വം അദ്ദേഹം പുതുക്കിയിട്ടില്ല. പത്മകുമാറിന്റെ യാത്ര ഏതു വഴിക്ക്? പത്മകുമാർ BJP-യിലേക്ക് പോകുമെന്ന സൂചനകൾ ശക്തമാക്കുന്നു. കോൺഗ്രസ് പത്മകുമാറിനെ അടുപ്പിക്കില്ല. BJP നേതാക്കളുമായി പത്മകുമാർ നല്ല ബന്ധം പുലർത്തുന്നു. ശബരിമല സ്വർണ്ണ കൊള്ളക്കേസിൽ പത്മകുമാറിനെതിരെ BJP ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു ഒരുപാട്. പക്ഷേ മാറിയ കാലാവസ്ഥയിൽ പത്മകുമാറിനെ സ്വീകരിക്കാൻ BJP നേതൃത്വം തയ്യാറാകും. കാരണം പത്തനംതിട്ടയിൽ പത്മകുമാർ കരുത്തനാണ്. CPM വിട്ടുവരുന്ന പത്മകുമാറിനെ ആചാര വെടികളോടെ BJP സ്വീകരിക്കുന്ന ദിവസം വിദൂരമല്ല. മുമ്പ് BJP-യിലേക്ക് ചേക്കേറും പത്മകുമാർ എന്ന ശ്രുതി വരുന്നപ്പോൾ അദ്ദേഹം പറഞ്ഞത് താൻ ഒരിക്കലും BJP-യിലേക്ക് ചേക്കേറില്ല, ഒരു ബ്രാഞ്ച് അംഗമായി CPM-ൽ തുടരും എന്നൊക്കെയാണ്. പക്ഷേ അതേ പത്മകുമാർ തന്നെ അംഗത്വം പുതുക്കാതെ സ്വയം പുറത്ത് പോയിരിക്കുന്നു. പത്മകുമാറിനെ സംരക്ഷിച്ചാണ് CPM നാണം കെട്ടത് സ്വർണ്ണക്കൊള്ളക്കേസിൽ. സ്വർണ്ണക്കൊള്ളക്കേസിൽ പത്മകുമാറിനെ MP ഗോവിന്ദൻ, CPM സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദൻ സംരക്ഷിച്ചുകൊണ്ട് രംഗത്ത് വന്നു. അതിനാണ് CPM വളരെ പ്രതിരോധത്തിൽ ആയത്. അതാണ് ഇപ്പോൾ അതിനുള്ള പ്രത്യുപകാരമാണ് പത്മകുമാർ ചെയ്തിരിക്കുന്നത്. ഇതിനെ ചെറ്റത്തരം എന്ന് വേണം പറയാൻ. കാരണം ഇതുവരെ സംരക്ഷിച്ചു നിർത്തിയ പാർട്ടിയെ തള്ളിക്കളഞ്ഞിരിക്കുന്നു പത്മകുമാറിന് പലതും പറയാനുണ്ടായിരിക്കാം. പക്ഷെ അത് പാർട്ടി വേദികളിൽ പറയണമായിരുന്നു. പാർട്ടി ഒരമ്മയെ പോലെയാണ് പത്മകുമാറിനെ സംരക്ഷിച്ചത് എന്ന് പാർട്ടിയിലെ സഖാക്കൾക്ക് അറിയാം. എന്തായാലും പത്മകുമാർ BJP-യിലേക്ക് ചേക്കേറുന്നു. സ്വർണ്ണക്കൊള്ളയിൽ പത്മകുമാറിനെ കുറ്റപ്പെടുത്തിയ BJP ഇപ്പോൾ അർത്ഥഗർഭമായ മൗനം പുലർത്തുന്നു. കോൺഗ്രസ് എന്തായാലും പത്മകുമാറിനെ എടുക്കില്ല. കാരണം കോൺഗ്രസ് വലിയ വിജയം നേടി നിൽക്കുന്ന സാഹചര്യത്തിൽ പത്മകുമാറിനെ പോലുള്ള ഒരു നേതാവിനെ അവർക്ക് ആവശ്യമില്ല. പക്ഷേ പത്തനംതിട്ടയിൽ
പത്മകുമാറിനെ പോലെ ജനങ്ങൾക്കിടയിൽ സ്വാധീനമുള്ള ഒരു നേതാവിനെ BJPക്ക് ആവശ്യമാണ്. പത്മകുമാർ CPM-നെ ചതിച്ചിരിക്കുന്നു, വഞ്ചിച്ചിരിക്കുന്നു. CPM പത്മകുമാറിനെ സംരക്ഷിച്ചത് കൊണ്ട് മാത്രമാണ് ശബരിമല സ്വർണ്ണക്കേസിൽ പിണറായി വിജയൻ അടക്കം പഴി കേൾക്കേണ്ടി വന്നത്. എന്നിട്ടും പത്മകുമാറിനെ സംരക്ഷിച്ചു നിർത്തി CPM. അതേ CPM-നെ തള്ളി പറഞ്ഞുകൊണ്ട് തെണ്ടിത്തരം കാണിച്ച് പത്മകുമാർ BJP-യിലേക്ക് പോകുന്നു.